ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നേര് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് 19-ാം തീയതി, നാളെ 20, മറ്റന്നാൾ 21, അതായത് ഒരൊറ്റ ദിവസം കൂടെ ഉള്ളൂ. 21-ാം തീയതി റിലീസിനെത്തും. എല്ലാവർക്കും അറിയാം. എല്ലാവരും ശരിക്കും ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും, ഞാനടക്കം, ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. കാരണം വലിയ പ്രതീക്ഷയും തരാണ്ട് വന്നൊരു സിനിമ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ഇന്റർവ്യൂസ് അവർ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ജിത്തു ജോസഫ് ഒക്കെ ഒന്നും പ്രതീക്ഷിച്ച് വരരുത്, ദൃശ്യം പ്രതീക്ഷിച്ച് വരരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ എന്തൊക്കെയോ ചില സംഭവങ്ങളുണ്ട്. പോരാത്തതിന് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യം, അതിലൊരു ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. പെട്ടെന്ന് മൂപ്പർക്ക് കിട്ടിയതാണ്. മൂപ്പരുടെ വലിയ മകളോട് ചോദിച്ചു, രണ്ടാമത്തെ മകളോട് ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ നമ്മുടെ എന്താണ് മായാദേവി ഉണ്ടല്ലോ, എന്താണ് പുള്ളി, നമ്മുടെ റൈറ്റർ, അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങനെ വാവ് വാവ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല കിടലൻ സാധനം, ഒരു ഗൂസ് ബം മൗണ്ട്സ് ഒക്കെ തരുന്ന സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ, ഒരു ഇമോഷണൽ കോർട്ട് ഡ്രാമയാണ്. അപ്പോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ട്രെയിലർ കണ്ടിട്ടുള്ള പോലെ കുറെ ഇമോഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്നുണ്ട്. സോ അത് വലിയൊരു കംബാക്ക് ആയിട്ട് തന്നെ ഇപ്പോഴേ ആളുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ അടിപൊളിയാണ്. അതിലൊരു പാട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. ലിറിക്കലാണ്. മലയക്കോട്ട വലിയ പാട്ട് വന്നിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, റെഡി. ആശീർവാദ് സിനിമാസ്. തുടക്കം തന്നെ നൈസാണല്ലോ. ഇതാരാ? കാർത്തിക്. ചെരാതുപോൽ ചിരികൾ പൊലിഞ്ഞു, കഴിഞ്ഞതെല്ലാം മറന്നു തീരാൻ വിടാതെ നിൻ മുഖം വാടിയോ, കടന്ന നാളിൽ അറിഞ്ഞ നേരിൽ കാലം ഒരേ സാക്ഷിയോ. Nice, nice. അടിപൊളി. പ്രാവുകൾ ഒരേ തണൽ തിരയും വേനലിൽ, രാവുകൾ മയങ്ങിടാൻ മിഴികൾ മറന്നുവോ, ഉടഞ്ഞ ചില്ലിൽ തറഞ്ഞ നിന്റെ ഇളം കൈ വിരൽ തുമ്പുകൾ കൊരുത്തുമെല്ലെ നടന്നു നീങ്ങാൻ കൂടെ വരും ലോകമേ. Seeking justice. Really nice. ശരിക്കും നല്ല നല്ല ഫീലുള്ളൊരു സോങ്. എന്താ പറയുക, വളരെ റെയർ ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ നമുക്ക് നല്ല സോങ് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള പരിപാടി. കാരണം ഭയങ്കര ബീറ്റ്, അതൊക്കെ രസമില്ല എന്നല്ല പറയണത്, ഭയങ്കര മുട്ടൊക്കെ ഉള്ള ഭയങ്കര റോക്കിംഗ് ആയിട്ടുള്ള
അങ്ങനെ ഒരു DJ ടൈപ്പ് പരിപാടികളൊക്കെ അത് രസമാണ്, അത് ഒരു വേറെ മൂടാണ്. പക്ഷെ ഇങ്ങനെയുള്ള നമുക്കൊരു ഇമോഷണലി നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള സംഭവങ്ങളാണെങ്കിലും ഇതുപോലെ വരികളാണെങ്കിലും അങ്ങനെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള സോങ് കിട്ടുക എന്ന് വെച്ചാൽ വളരെ റെയറാണ്. എനിക്ക് തോന്നുന്നു ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ കുറെ കാലം ശേഷം ഞാൻ കേട്ടത് അതിലെ രക്തമാരെ എന്ന് പറഞ്ഞ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം പിന്നെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ അങ്ങനെ വന്നു. പക്ഷെ ഇപ്പൊ ഇത് ഭയങ്കര ഫീൽ. ആ ചിത്ത എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ട് ഭയങ്കര രസമായിട്ട് പോയി. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇമോഷണലി ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഒരു സോൾ എന്ന് പറയില്ലേ, ഒരു ഭയങ്കരമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പക്കാ ഒരു ഇമോഷണൽ കോർ ഡ്രാമയാണ്. ഒരു ഇമോഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് ഫീലിങ്സ് കൊടുത്തിട്ട സിനിമയാണെന്നാണ് ഇതിന്റെ ക്രൂ മെമ്പേഴ്സും ഈ ഡയറക്ടറും ലാലേട്ടനും ഒക്കെ ഓരോ ഇന്റർവ്യൂവിലും വന്നിട്ട് പറയുന്ന കാര്യമാണ് ആ ഇമോഷൻ. ലാലേട്ടൻ പ്രത്യേകം എടുത്തെടുത്ത് പറയണ്ടേ ഇമോഷണൽ ഡ്രാമ, ഇമോഷണൽ ഡ്രാമ. സോ അത് പ്രത്യേകം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, അത് അതിന്റെ പോസ്റ്ററിലും ആ ടൈറ്റിലിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത്രയും ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കോർട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഒരു 90% അല്ലെങ്കിൽ 80% അങ്ങനെ തന്നെ വരുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് കണക്ട് ആവണം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു പോകും. അത് അവർ പറയുന്ന കാര്യമാണ്, സമ്മതിച്ചു. എന്നാൽ പോലും പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഈ ജസ്റ്റ് ഈ 4 ചുമരും അതിലെ പലതരം ഷോട്ടുകളും അതിലൊക്കെ ഡിഫറൻസ് എന്തായാലും ജീത്തു ജോസഫ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ കൊണ്ടുവരും, അതിനൊന്നും ഡൗട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ലോ പോയിന്റ്സ് പറയുന്നു, കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, വാദിക്കുന്നു, പ്രതിവാദം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ വീണ്ടും എടുത്തു പറഞ്ഞ ഇമോഷൻ നമുക്ക് കാണുന്ന പ്രേക്ഷകന് കറക്റ്റ് ആയിട്ട് കിട്ടണം. സോ ഈ സോങ്ങിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഫീല് ഭയങ്കരമായിട്ടുണ്ട്. ആ റൂഹേ എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്നതൊക്കെ അടിപൊളി. പിന്നെ പുള്ളിക്കാരന്റെ വോയിസ് എനിക്ക് ആരാണെന്ന് നോക്കിയിട്ടില്ല, എന്തായാലും ഡൗൺലോഡ് വെച്ചത് ഇത് കണ്ടുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കാർത്തിക് ആണെന്നാണ്. നോക്കിയിട്ടില്ല കേട്ടോ, നോക്കാത്തോണ്ടാണ്, നോക്കി തീർച്ചയായിട്ടും കിട്ടും. എനിവേ അപ്പൊ വോയിസ് ഭയങ്കര ഭയങ്കര എന്താ പറയാ സൂത്തിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ ഭയങ്കര ഫീൽ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു പരിപാടി. നല്ല രസമുണ്ട്. ഓരോ വരികൾ എടുക്കുമ്പോഴും ഓരോ സ്ഥലത്ത് മുമ്പിൽ കൊടുക്കുന്ന ചില നോട്ട്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആ ഒരു ഭയങ്കര അതിനനുസരിച്ച് ആ ഫ്ലോയിൽ അങ്ങനെ പോകുന്നൊരു BGM ആണ്. മൊത്തത്തിൽ അടിപൊളി, നല്ലൊരു ഇമോഷൻ തന്നിട്ടുള്ള ഒരു സംഭവം. എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ ആ പാട്ട് വരുന്ന ആ ഒരു സാഹചര്യം കൂടി അത്രമേൽ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്ന് നിൽക്കുന്ന സമയം കൂടിയാണെങ്കിൽ ഇത് ഭയങ്കര മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ അത്രയും വലിയൊരു തിയേറ്ററിൽ ഫുൾ ബോക്സിൽ സൗണ്ടിലൊക്കെ ഇങ്ങനെ ആ ഒരു ഫീൽ ഇരുന്ന് കാണാൻ പറ്റും എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് സിനിമയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറച്ചായിട്ട് നമുക്ക് മിസ്സിംഗ് ആണ്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു മേ ബി മലൈക്കോട്ട വാലിബനാണ് ഇപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ, കാരണം LJP എന്ന് പറഞ്ഞ ആളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലന്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് മിക്കവാറും ജീത്തു ജോസഫ് നമ്മളെ ഇതിലൂടെ ഞെട്ടിക്കും എന്നൊരു തോന്നലുണ്ട്. എന്തുകൊണ്ടോ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ട്രെയിലർ അടിപൊളിയായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ സോങ് അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ഇന്റർവ്യൂസിലൊക്കെ ഇവർ ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഒരു സംഭവം. ലാലേട്ടനൊക്കെ ഭയങ്കര എന്താ പറയുക കോൺഫിഡന്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ എന്തുകൊണ്ടോ മലൈക്കോട്ട വാലിബന് മുമ്പ് ഒരു ഞെട്ടിക്കലായിരിക്കും നേര് എന്നുള്ളൊരു തോന്നലുണ്ട്. സോ എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കണം എന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഈ സോങ് അടിപൊളി. നിങ്ങളുടെ ഫീൽ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ആൻഡ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ ടാറ്റ.